ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ജയിലിലിരുന്നിട്ടാണ് വീഡിയോ ഇടുന്നത്. ജയിലിലായിപ്പോയി കുറച്ചിട്ടിരിക്കുക. കയറിയുള്ളൂ. എന്തോ പ്രിസൺ സ്റ്റോം എന്നെന്തോ ഗെയിമിൻ്റെ പേര്. കിട്ടില്ല മഞ്ചി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. വന്നേക്കാൻ എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് കാണുക. എന്തായാലും കമ്പി വെറുതെ ആളെ പറ്റിക്കാനാണ്. ഇങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. എന്തോ ജയിലിലെ ആൾക്കാരുടെ ഒരു ആർമി ബിൽഡ് ചെയ്യാൻ അങ്ങനെ എന്തോ ആണ്. യു ആർ ലോക്ക്ഡ് അപ്പ്. യു ആർ ലോക്ക്ഡ് അപ്പ്. ഓക്കെ, ഹിയർ ആർ സം ക്യാഷ്. ഗോ ഹയർ ടു ഇൻറ്റിമേറ്റ്സ് ടു എസ്കേപ്പ് യു. എക്സ്പാൻഡ് ആർമി, ഹയർ ഇൻറ്റിമേറ്റ്സ്. സൗണ്ടേ പോയാ? ഒരു സൗണ്ടും ഇല്ലല്ലേ? അതെ, ഫ്രണ്ടിൽ നിന്നോ? അതാകുമ്പോൾ പെട്ടെന്ന് ചാവാ. സ്റ്റാർട്ട് റയോട്ട്. അയ്യോ, അടിയായിരുന്നാ? ഇവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടാ ജയിലിൽ കടാന്. അടി അടി. അത്ര സൗണ്ട് ഇട്ടാ മതിയാണ്. അവിടെ പോലീസുകാരെ തല്ലിക്കൊന്ന്. ഓക്കെ. നമ്മളിങ്ങനെ ഇടിച്ചിട്ട് നമ്മുടെ ഇതേ ഞാൻ നിൽക്കുന്നു. ആൾക്കാർ ബിൽഡ് ചെയ്യണം, വലുതാക്കണം. ഇതൊക്കെ വാങ്ങിക്കാണ്ടല്ലേ. ഇത് പടാമെന്ന് തോന്നുന്നുണ്ട്. തീർന്നു. വിക്ടറിയാ? ചത്തപ്പോ വിക്ടറിയാ? അത് കൊള്ളാലേ. പക്ഷെ കാശ് കിട്ടില്ല. കാശ് കിട്ടിയല്ലോ. കംപ്ലീറ്റ് റയോട്ട് തീർത്തായിരുന്നല്ലേ. എക്സ്പാൻഡ് ആർമി. കാശ് വേണം. 150 ആളുണ്ടല്ല. പുതിയ ആളിറക്കിയിട്ടുണ്ട് നമ്മൾ ജയിലിൽ നിന്നപ്പോൾ. അങ്ങനൊന്നുമില്ല. എങ്ങനെ എന്നാലും സൈഡിക്ക് തന്നെ അടിക്കാൻ പോവാം. അപ്പോൾ നിരന്നു നിന്നോട്ടെ. അടി. ചെല്ല്. പെട്ടെന്ന് ഫൈറ്റ് വരാൻ എന്തെങ്കിലും വഴിയുണ്ട? ഇല്ലല്ലേ. അടക്കം തോറും കാശ് കയറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇവിടെ വരെ എത്തി. ഈ ന്യൂ പ്രിസണിൽ എത്തനാണ് നമ്മളെ ലക്ഷ്യം ഇന്നത്തെ. ഒരുത്തന്നെ തല്ലിക്കൊന്ന്. അടുത്ത 2 എണ്ണമാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവരുടെ ഒരാളുടെ ഹെൽത്ത് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. കയറും പടാവും. അപ്പുറത്തതാ വേറൊരു പടക്കുന്നത്. തീർത്തല്ല. അവനും തീർന്ന്. അവൻ്റെ പോലത്തെ ഒരു 2 ആൾക്കാരും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരടിക്കാൻ പറ്റും. ഇതിപ്പോൾ തീരും. ഇവന്മാരിപ്പോൾ തീരും. എനിക്ക് തോന്നണില്ല. വലിയ പ്രതീക്ഷയല്ല എനിക്ക് ഇവന്മാരെ. ഒരുത്തൻ ചത്ത തിരിഞ്ഞോടാൻ കേട്ടാ. പ്രതീക്ഷ തെറ്റിച്ച്. എന്നാലും അടിച്ച് കേട്ടാ അവന്മാര് അത്യാവശ്യം അടിച്ചു തന്ന്. സ്കില്ലൊക്കെ കൂട്ടാൻ പറയുന്നത്. സ്കില്ലൊന്നും വേണ്ട നമുക്ക്. ആർമി മതി. ആർമി കാശില്ലാട്ടാ. അത് നമുക്ക് തീർക്കാൻ പറ്റും. സ്കില്ലിൻ്റെ അവിടെ എന്ത് വേണ്ടി കൂട്ടാൻ? കാശ് തന്നെ അല്ലേ? വാട്ടർ ഗണ്ണാ? ഇവിടെ കുറച്ച് കാശ്. അയ്യോ, ഹയർ എനി ഇൻറ്റിമേറ്റ് ചെയ്തായിരുന്നല്ല. ഓർത്തിനോട് ചെയ്തേക്കാം. അപ്പം 250 ആളെടുക്കായിരുന്നു. കുഴപ്പമില്ല. 150 കിട്ടി. ചേടാ, എന്നാ അവിടുന്ന് ഒരു സാധനം എടുക്കാം. എന്താണോ അവൻ ചെയ്തവൻ? അതെന്ത് ഏണിങ്സാ? ഇത് നമുക്ക് 250 2 വാങ്ങിക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ കാശൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മാരെന്താ നടക്കണമെന്ന് സൗണ്ട് ഇല്ലാത്ത? അല്ലേ വേണ്ട. അയ്യോ, ഇത് വേണ്ട. തീരുമ്പോൾ വെച്ചു കൊടുക്കാം. വേണ്ട. അടുത്തതിന് നമുക്കിത് വെച്ചു കൊടുക്കാം. ഇത് എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. 200 രൂപ എന്തായാലും പോയി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഈ സാധനം ഇതിപ്പോൾ നിലത്ത് വെക്കാനും പറ്റുന്നില്ലെന്നേ. അവിടെ വെച്ചോക്കട്ടെ. ഓക്കെ. അതെന്താ? അതുമ്പോൾ ഞെങ്ങിയാണല്ലേ. ഞാൻ ചെയ്ത് എന്താ സാധനം? കാശൊക്കെ എടുക്കടാ ഡേയ്. 3v4 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 പാടായി. പോലീസുകാരൻ തീർത്താ? 3 ആളുണ്ട് കേട്ടോ അവിടെ. 300. ഫൈനലിലോട്ട് എത്തി നമ്മള്. ഇവിടെ 6 പോലീസുകാരുണ്ട്. നമ്മൾ ആർമി വലുതാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാടായി. പുതിയ ആളിറക്കണല്ലോ. ഡിപ്ലോയ് 3 ഇൻറ്റിമേറ്റ്സ് ബാറ്റിൽ ഫീൽഡ്. 3 ആൾക്കാർ ഇറക്കാൻ പറയുന്നല്ലോ. നമുക്ക് വലിയൊരാളിറക്കാം. സോൾഡ് ഔട്ടായാ? 500-ൻ്റെ ഒരാളിറക്കാം. ഒരു പോലീസുകാരനെ ഇറക്കിയിട്ടുണ്ട്. ഇതിന് 100 വേണം.
കാശില്ല. പോലീസുകാരനെ തന്നെ വെച്ചിട്ട് പോലീസുകാരെ അടിക്കാൻ നോക്കിയല്ലേ. റെഡി, ചെല്ലണ മക്കളെ, അടി തീർത്തകല്ലത്തിന്. 1 2 3 4 5 6 6 പേരുണ്ട്. അപ്പുറത്തെ അറ്റത്തെത്തിലും അവിടെ 6 പേരുണ്ട് അറ്റത്ത്. നമ്മളിതുകൊണ്ട് ജയിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നണില്ല, പക്ഷെ കാശുണ്ടാക്കാം. പോലീസുകാരെ ഇറക്കണം, എന്നാലേ വലിയ കാര്യം ഉണ്ടാവുള്ളൂ. ഇയാൾ കൊള്ളാവണം കേട്ടോ, ആ പോലീസുകാർ നല്ല അടിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ഫസ്റ്റ് പടാവുന്ന അയാളാവും, അയാൾക്കാണ് ഇല്ല അടി മൊത്തം കൊള്ളുന്നത്. അടുത്തല്ലേ ആൾക്കാർ പെട്ടെന്ന് എത്തിയില്ല എന്തിലോട്ട് നമ്മള്. ആ തീർത്തു കേട്ടാ. 6 പേരും ബാക്കിയുണ്ട്. ഇയാളുടെ മേലാണ് നിൽക്കുന്നത്. ഇയാളെ പോലത്തെ ഒരാളും കൂടെ ഇറക്കി കഴിഞ്ഞാലപ്പോ ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ടല്ലേ. ഇത് സെക്കൻഡ് ലാസ്റ്റാ. ആ പോലീസുകാരൻ പടായി ചേട്ടാ, ഇനി പണിയാണ്. 310 രൂപ ആയിട്ടുണ്ട് നമ്മളതിൽ. 500 ആവും. ഒരു പോലീസുകാരനെ വാങ്ങിക്കാനുള്ള കാശ് കിട്ടും. ആരൊക്കെ ചാവുന്നുണ്ട്. അവിടുന്ന് എണ്ണം കുറയുന്നത്. ആ പടായി. നമ്മൾ ഞാകുമ്പോൾ എങ്ങനെ വിക്ടറി ആവുന്നതെന്ന് എനിക്കറിയാത്ത. ഒരു 250 ഒരു 150 വാങ്ങിയാൽ കറക്റ്റ് ആവോ? 250 സോൾഡ്. 2 250 ഉണ്ടല്ലോ. പിസ്റ്റൾ പോയി, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അല്ല, അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓ 246. ശേ, 500. നമുക്കപ്പോൾ 150 വാങ്ങിക്കാം. ബാക്കിന്നാ. ഇതാരാ? ഇതൊരു പുതിയ ആളാണല്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ലേ? നമ്മളെ കയ്യിലുള്ള ആളാന്ന് വെച്ചിട്ട് വെച്ച്. അവൻ കുറവാന്ന് തോന്നുന്നുണ്ട്. അവൻ ഫസ്റ്റ് പടാവെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടിയടാ, ഒറ്റടിക്കില്ല അവൻ. കണ്ടാ, ആർക്കും അടികൊള്ളുന്ന, അവനക്ക് അടികൊള്ളുന്ന കേട്ടോ. ഫസ്റ്റ് നിർത്തുന്ന ആൾക്ക് അടികൊള്ള. പോലീസുകാരനെ നമ്മൾ ലാസ്റ്റ് നിർത്തുവാണെങ്കിൽ സ്ട്രാറ്റജി മാറ്റി പിടിക്കേണ്ടി വരുമല്ലോ. ഫ്രണ്ടിൽ വേറെ കുറച്ച് ആൾക്കാരെ നിരത്തി കൊടുക്കണം പോലീസുകാരൻ്റെ. അവൻ ചത്ത്. പോലീസുകാരനെ അടിയിട്ട് തുടങ്ങി കേട്ടാ. അല്ലല്ല, പോലീസുകാർ ഫ്രണ്ടിൽ കയറി, വെറുതെ അല്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാണ് അടികൊള്ള. ചാവരുതാരും. ഇനി 3 ആൾക്കാരെ പാടാം. പ്രാവശ്യം കുറച്ചും കൂടി അടിച്ചേക്കാൻ പറ്റും നമുക്ക്. അടുത്ത അറ്റാക്കിൽ പിടിക്കാം, അല്ലെങ്കിൽ അടുത്ത അറ്റാക്കിൽ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. 500 ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പം പോലീസുകാരനുണ്ടെങ്കിൽ കിട്ടും. പോലീസിൻ്റെ മോളിക്കുള്ള എത്ര രൂപ വേണോ? ഇത് കഴിഞ്ഞാൽ പുതിയ ജയിലാണ്. നമുക്കൊരു വീഡിയോക്ക് ഒരു 10-9 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ജയിലത്തെ വീഡിയോ ചെയ്യാം. ജയിൽ കാണിക്കാം. തീർത്ത്. അതെങ്ങനെ? വിക്ടറി. പുതിയ ജയില്, ന്യൂ പ്രിസൺ അൺലോക്ക്ഡ്. അവിടെ 10. ഓ അതായിരുന്നല്ലേ കണക്ക്, ആ ജയിലിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജയില് ഞാൻ കാണിക്കുന്നില്ല. ഈ ജയില് നിങ്ങൾ അടുത്ത വീഡിയോ പറയുവാണെങ്കിൽ നമുക്ക് ഈ ജയില് കാണിക്കാം. ചെറിയ വീഡിയോ ആയിപ്പോയല്ലേ, 10 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ്. എനിക്കിതാണ് ശരിക്കും വേണ്ടത്, പക്ഷേ മിക്ക വീഡിയോ 15 മിനിറ്റ് ആയി പോണതാണ്. ഒരു പോലീസുകാരനെയും കിട്ടിയാലോ. അടുത്ത ജയില്. അയ്യോ, അത് 7 ദിവസം ലോഗിൻ ചെയ്താലേ 12,000 അറ്റാക്കുള്ള പിടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 വേണമെങ്കിൽ പറയുക, ചെയ്യാം. അതൊരു പ്രശ്നങ്ങളല്ല, നിങ്ങൾ പറയണം. അപ്പോൾ താങ്ക് യു എല്ലാവരും. ബൈ ബൈ, ടാറ്റാ.